കാണുന്നതാണ് യുകെയിലെ ഒരു പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷൻ, നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ്. നമ്മുടെ ഇന്ത്യയിൽ സെൽഫ് സർവീസ് പെട്രോൾ പമ്പ്സ് ഒക്കെ വളരെ റെയറാണ്. പക്ഷേ യുകെയിൽ മോസ്റ്റ് കോമൺലി ഇത്തരത്തിലുള്ള സെൽഫ് സർവീസ് പെട്രോൾ പമ്പ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ പെട്രോൾ റീഫിൽ ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഈ സ്ക്രീനിലാണ് നമ്മൾ പേയ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് ഈ നോസിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്രോൾ റീഫിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടോളൂ കേട്ടോ. നമുക്ക് ആദ്യം കാർഡ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ പിൻ പാഡ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത്ര മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ മുകളിൽ കാണുന്ന ആ സ്ക്രീനിൽ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ അവിടുന്ന് നമുക്ക് വോയിസിൽ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടാവും. നമ്മുടെ ATMൻ്റെ സെയിം സിസ്റ്റം തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് പിൻ പാഡിൽ പിന്നും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കാർഡ് റിട്ടേൺ വരും. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ നോസിൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പെട്രോൾ റീഫിൽ ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി സെൽഫ് സർവീസിങ് ആയിട്ടുള്ള ഒരു പെട്രോൾ സ്റ്റേഷനാണ്. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ കൂടെ മറ്റൊരു തരത്തിലുള്ള പെട്രോൾ സ്റ്റേഷൻ കൂടെ യുകെയിലുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി റീഫിൽ ചെയ്യുന്നു, എത്ര എമൗണ്ട് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇന്നത്തെ പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1.119 pounds per litre ആണ്. അപ്പോൾ നമ്മളിന്ന് റീഫിൽ ചെയ്തത് 20.02 poundsന് 17.89 ലിറ്ററാണ്. അങ്ങനെ റീഫില്ലിങ് കഴിഞ്ഞ് നമ്മൾ നോസിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു നമ്മുടെ റെസിപ്റ്റ് കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാം. ആ ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. അപ്പോൾ യെസ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരും.